ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു തൃപ്പൂണിത്തുറ. ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ശക്തനായ നേതാവ് TK രാമകൃഷ്ണൻ കാലങ്ങളോളം മത്സരിച്ച് ജയിച്ച മണ്ഡലം. പിന്നീട് K ബാബുവിലൂടെ തൃപ്പൂണിത്തുറ UDF പിടിച്ചെടുത്തു. ലോറൻസിനെ, CPM നേതാവ് MM ലോറൻസിനെ അട്ടിമറിച്ചാണ് ബാബു വിജയിച്ചത്. പിന്നീട് അങ്ങോട്ട് തൃപ്പൂണിത്തുറയിൽ ബാബുവിൻ്റെ യുഗമായിരുന്നു, ബാബുവിൻ്റെ യുഗപ്പിറവിയായിരുന്നു. പക്ഷേ പിന്നീട് ബാബുവിന് കാലിടറി. ബാബു പരാജയപ്പെട്ടു M സ്വരാജിനോട്. ആദ്യത്തെ പരാജയം. ആ പരാജയം ബാബുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി. ബാർ കോഴക്കേസ് അടക്കമുള്ള ആരോപണങ്ങളാണ് ബാബുവിന് തിരിച്ചടിയായി മാറിയത്. K ബാബുവിന് ഒരു പ്രത്യേകതയുണ്ട്. K ബാബുവിനെ എതിരാളികൾ കളിയാക്കുന്നത് ചാക്കാല ബാബു എന്നാണ്, കല്യാണ ഉണ്ണി എന്നും വിളിക്കാറുണ്ട്. കാരണം തൃപ്പൂണിത്തുറയിൽ എവിടെ മരണം നടന്നാലും മുൻനിരയിൽ ആ മരണ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനും മരണച്ചടങ്ങുകൾ നിയന്ത്രിക്കാനും മരണാനന്തര ചടങ്ങുകൾ നിയന്ത്രിക്കാനും ഒക്കെ ബാബു ഉണ്ടാകും. തൃപ്പൂണിത്തുറയിൽ എവിടെ വിവാഹം നടന്നാലും ആ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ K ബാബു ഉണ്ടാകും. അങ്ങനെയാണ് എതിരാളികൾ അദ്ദേഹത്തെ ചാക്കാല ബാബു എന്നും കല്യാണ ഉണ്ണിയെന്നും ഒക്കെ വിളിച്ചിരുന്നത്. പക്ഷേ ബാബുവിൻ്റെ ജനസ്വാധീനം അപാരം തന്നെയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ സ്വരാജിനോട് തോറ്റുപോയി ബാബു. 4000-ലധികം വോട്ടുകൾക്കാണ് സ്വരാജ് ബാബുവിനെ അട്ടിമറിച്ചത്. എന്നാൽ 2021 മണ്ഡലം തിരിച്ചു പിടിച്ചു ബാബു. വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം തിരിച്ചു പിടിച്ചത്. ഏകദേശം 996 വോട്ടാണെന്ന് തോന്നുന്നു ബാബുവിൻ്റെ അക്കാലത്തെ ഭൂരിപക്ഷം. അത് പിന്നീട് വലിയ വാദമായി. ആ വിജയം കോടതി കയറി ഇറങ്ങി. എന്തായാലും ബാബു 5 വർഷവും MLA ആയി തുടരും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്, എത്ര കോടതി കയറി ഇറങ്ങിയാലും. വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ ബാബു മത്സരിക്കില്ല. കാരണം അനാരോഗ്യം ബാബുവിനെ വേട്ടയാടുന്നു. ബാബുവിന് താല്പര്യമുണ്ടെങ്കിലും കോൺഗ്രസ്സിന് ബാബുവിന് താല്പര്യമില്ല എന്നതും ശ്രദ്ധേയം. അതുകൊണ്ടാണ് അവർ ബാബുവിൻ്റെ അനാരോഗ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, ബാബു ഇനി ഒരിക്കൽ കൂടി നിന്ന് കഴിഞ്ഞാൽ സ്വരാജാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ ജയിക്കാൻ വലിയ പാടാണ് എന്നും UDF തിരിച്ചറിയുന്നു. ഈ സാഹചര്യത്തിലാണ് തൃപ്പൂണിത്തുറയുടെ സ്വന്തം നടൻ രമേശ് പിഷാരടിയെ ഇറക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറക്കാർക്ക് വളരെ പരിചിതനാണ് രമേശ് പിഷാരടി. സാധാരണ ജനങ്ങളുമായൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് കലാകാരനാണ്. രമേശ് പിഷാരടിയെ ഇറക്കി തൃപ്പൂണിത്തുറ പിടിക്കാനാണ്, തൃപ്പൂണിത്തുറ നിലനിർത്താനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. മറുഭാഗത്ത് LDFന് ഒരൊറ്റ പേരേ ഉള്ളൂ, M സ്വരാജ് തൃപ്പൂണിത്തുറ നിന്നാൽ വിജയിക്കും എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരിക്കൽ M സ്വരാജ് അവിടെ നിൽക്കുകയും K ബാബുവിനെതിരെ അട്ടിമറി വിജയം നേടിയ വ്യക്തിയുമാണ്. ഈ സാഹചര്യത്തിലാണ് M സ്വരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു പേര് CPM-ന് ഇല്ലാത്തത്. സ്വരാജിന് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി മോഹൻ അടക്കമുള്ളവരുടെ പേരുകളും അവിടെ സജീവമാണ്. BJPക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പക്ഷേ തൃപ്പൂണിത്തുറ നഗരസഭയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വളർച്ച, BJP നേടിയ മുന്നേറ്റം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ ഒരു കൈ നോക്കാൻ BJPയും തീരുമാനിച്ചിരിക്കുന്നു. മേജർ രവിയെയാണ് BJP പരിഗണിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ. മേജർ രവി അടുത്ത കാലത്ത് BJPക്കെതിരായി ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിരുന്നു. മോദിക്കെതിരായല്ല, കേരളത്തിലെ BJPക്കെതിരായി അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ മേജർ രവിയെ കൂടെ കൂട്ടാനും മേജർ രവിയെ മത്സരരംഗത്ത് ഇറക്കി ശക്തി തെളിയിക്കാനും BJP ആഗ്രഹിക്കുന്നു. BJP പരിഗണിക്കുന്ന മറ്റൊരു പേര് വളരെ ശ്രദ്ധേയമാണ്, ഉണ്ണി മുകുന്ദൻ്റെ പേരാണ്. ഉണ്ണി മുകുന്ദൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കരക്കമ്പിയായി തൃപ്പൂണിത്തുറയിൽ. പക്ഷേ ഉണ്ണി മുകുന്ദൻ ആത്മഹത്യാപരമായ ഒരു തീരുമാനമെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ സുപ്രധാനമായി മാറിക്കഴിഞ്ഞു. BJPയോട് അനുഭാവം പുലർത്തുന്ന നടനാണ് ഉണ്ണി മുകുന്ദനെങ്കിലും പ്രത്യക്ഷമായി BJPയുമായി ചങ്ങാത്തത്തിലേർപ്പെടാൻ അദ്ദേഹത്തിന്
താല്പര്യമില്ല, അദ്ദേഹത്തിന് കഴിയത്തുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിപ്പിക്കുന്നത് BJP-ക്കാർ മാത്രമല്ല, കേരളത്തിലെ CPM-കാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും SDPI-ക്കാരും എല്ലാം ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഉണ്ണി മുകുന്ദൻ മത്സരിക്കാൻ തയ്യാറാകില്ല. പക്ഷേ മേജർ രവിയെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ഗ്ലാമർ പോരാട്ടമാക്കി മാറ്റിയെടുക്കാൻ BJP-ക്ക് കഴിയും. മേജർ രവി അത്ര ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ. ഉണ്ണി മുകുന്ദന് വേണ്ടി BJP ചരടുവലികൾ തുടങ്ങിയെങ്കിലും ഉണ്ണി മുകുന്ദൻ എന്തായാലും മത്സരിക്കില്ല എന്നത് ഉറപ്പ്. പക്ഷെ മേജർ രവിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അദ്ദേഹം പലതവണ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ആ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ദുരാഗ്രഹമല്ല, നല്ലൊരാഗ്രഹം തന്നെയാണ്. കാരണം കുറേ കാലമായി BJP-ക്ക് വേണ്ടി വായ്ത്താരി പാടുന്നു മേജർ രവി. ഇപ്പോൾ അടുത്ത കാലത്താണ് BJP മേജർ രവിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതും ആകെ മൊത്തം അലമ്പായി മാറിയതും. എന്തായാലും തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥികൾ റെഡിയായി കഴിഞ്ഞു. ഒരു വശത്ത് M സ്വരാജ്, മറുവശത്ത് രമേശ് പിഷാരടി, അതിനും മറുവശത്ത് മേജർ രവി. ഒരു ത്രികോണ പോരാട്ടം തന്നെ തൃപ്പൂണിത്തുറയിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം തൃപ്പൂണിത്തുറ എല്ലാവരുടെയും പ്രസ്റ്റീജ് മണ്ഡലമാണ്. എല്ലാവരും BJP-യും CPM-ഉം കോൺഗ്രസും ഒക്കെ പ്രസ്റ്റീജ് മണ്ഡലമായി കരുതുന്ന തൃപ്പൂണിത്തുറ A ക്ലാസ് മണ്ഡലമായി മാറും എന്നുള്ളതും ഉറപ്പാണ്. ബാബുവിനെ ഒഴിവാക്കിക്കൊണ്ട് രമേശ് പിഷാരടിയെ ഇറക്കാനുള്ള UDF തന്ത്രം അത് നല്ലൊരു തന്ത്രമായിരുന്നു. കാരണം തൃപ്പൂണിത്തുറക്കാരുടെ സ്വന്തം നടനാണ് രമേശ് പിഷാരടി ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഓളമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു കോൺഗ്രസ്. അത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. എന്തായാലും തൃപ്പൂണിത്തുറയിൽ അംഗം മുറുകി, സ്ഥാനാർത്ഥികൾ റെഡി. ഇനി അങ്ങോട്ടാണ് അംഗം. ആ അംഗത്തിൽ ആര് ജയിച്ചു കയറും എന്നുള്ളത് ശ്രദ്ധേയമാണ്. BJP-ക്ക് കാര്യമായ ഒരു റോൾ ഇല്ലെങ്കിലും മേജർ രവിയെ കൊണ്ടുവരുന്നതോടെ ശക്തമായ ഒരു റോൾ ലഭിക്കുമെന്ന് BJP കരുതുന്നു. M സ്വരാജ് ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ഷുവർ ബെറ്റാണ് തൃപ്പൂണിത്തുറയെന്ന് CPM കരുതുന്നു. രമേശ് പിഷാരടിയിലൂടെ കലാകാരന്മാരെ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കലാകാരന്മാരെ ജനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാശയം ജനങ്ങളിലെത്തിക്കഴിഞ്ഞാൽ രമേശ് പിഷാരടി M സ്വരാജിനെ അട്ടിമറിച്ച് വിജയം നേടുമെന്ന് UDF കരുതുന്നു. ഇങ്ങനെ മൂന്ന് പാർട്ടികളും അവരുടേതായ രീതിയിൽ അവരുടേതായ നിലയിൽ പ്രവർത്തിക്കുകയാണ്. എന്തായാലും തൃപ്പൂണിത്തുറ അംഗത്തിന് കളമൊരുങ്ങി. എതിരാളികൾ ചാക്കാല ബാബുവെന്നും കല്യാണ ഉണ്ണിയെന്നും പരിഹസിക്കുമ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും ബാബുവേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാബു ഇല്ലാത്ത ഒരു അംഗമാണ് ഇത്തവണ തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത്. 2026 ബാബു തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചില്ലെങ്കിലും രമേശ് പിഷാരടിക്ക് വേണ്ടി UDF-ന് വേണ്ടി പ്രചരണത്തിനിറങ്ങും എന്നത് ഉറപ്പാണ്. തൃപ്പൂണിത്തുറയിൽ അംഗം മുറുകുമ്പോൾ രണ്ട് പ്രബല കക്ഷികളാണ് പ്രധാനമായി ഉള്ളത്. അത് UDF-ഉം LDF-ഉം തന്നെയാണ്. പ്രധാന അംഗം M സ്വരാജും രമേശ് പിഷാരടിയും തന്നെയാണ്. അതിനിടയിൽ മേജർ രവിക്ക് എന്ത് അത്ഭുതം കാണിക്കാൻ സാധിക്കും? ഈ ചോദ്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ട, ഉത്തരം നൽകുന്ന ചോദ്യമാണ്.